നമസ്കാരം. ആനന്ദാത്മൻ്റെ 23ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീപ രാജേഷ്. കഴിഞ്ഞ 22 എപ്പിസോഡായിട്ട് നമ്മൾ സൂക്ഷ്മവ്യായാമം, അതുപോലെ തന്നെ വാം അപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ഇതിൽ സെഷൻസിൽ ഞാൻ നിങ്ങളുടെ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ നമ്മൾ സൂര്യ നമസ്കാരം പഠിച്ചു, സൂക്ഷ്മവ്യായാമം എല്ലാം പഠിച്ചു, ആസനങ്ങൾ ഒരുപാട് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രാണായാമമാണ്. പ്രാണായാമത്തിൽ ഇന്ന് ശീതളി പ്രാണായാമമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാടുണ്ട്. അപ്പോൾ ഈ പ്രാണായാമം അതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സമ്മറിൽ ഇത് ശരീരത്തിനെ കൂൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഹൈ BP ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പ്രാണായാമങ്ങളിൽ ഒന്നാണ്. ഹൈ BP ഉള്ളവർ ദിവസം ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഓവറോൾ ഒരു കൂളിംഗ് എഫക്റ്റാണ് ശരീരത്തിന് തരുന്നത്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം, പനിയുള്ളപ്പോൾ ഇത് ചെയ്യാതിരിക്കുക. അസ്തമയുടെ അസുഖമുള്ളവർ ഇത് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്, കാരണം വെയിറ്റ് ഇൻക്രീസിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വ്യായാമം ഇല്ലായ്മയാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇഫ് യു സി 70% നമ്മളുടെ ആഹാരവും 30% എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സസൈസുമാണ് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, കാരണം ശീതളി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വയറിൽ ഒരു ഫിൽ എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇത് വെയിറ്റ് റിഡക്ഷന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ശീതളി നമ്മൾ ചെയ്യുന്നതാണ്, ഷീത്കാരി ചെയ്യുന്നതാണ്, അതുപോലെ വായുസാർ, ഈ 3 പ്രാണായാമം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്നത്തെ പോലെ പ്രയറിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഷോൾഡർ സ്ട്രെയിറ്റ് വെക്കുക, സ്പൈൻ സ്ട്രെയിറ്റ് വെക്കുക, വയറിലുള്ള എയറിനെ മൊത്തം പുറത്ത് കളയുക. അത് കഴിഞ്ഞ് കൈ നമസ്കാര മുദ്രയിൽ നെഞ്ചിന് മുന്നിലായിട്ട് പിടിക്കുക. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഇസ് ഓം. स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. ॐ सहनावतु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै. ഓം ശാന്തി ശാന്തി ശാന്തി. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മംഗളമയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2 കൈയും തിരുമുക, ചൂടാക്കുക, കണ്ണിന് പുറത്ത് വെക്കുക, കവലിന് പുറത്ത് വെക്കുക, കയ്യിൽ നോക്കിയിട്ട് കണ്ണ് വെക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ശീതളി പ്രാണായാമമാണ്. ശീതളി പ്രാണായാമം ചെയ്യാനായിട്ട് ഏതെങ്കിലും മെഡിറ്റേറ്റീവ് പോസ്ചറിലിരിക്കുക. വജ്രാസൻ, സുഖാസൻ, സിദ്ധാസൻ, പദ്മാസൻ. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പോൾ ചമ്ര പൂട്ടിട്ടിരിക്കുകയാണ്, അതിന് സുഖാസൻ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശീതളി നോർമൽ പ്രാണായാമം എല്ലാം ചെയ്തപ്പോൾ കൂടെ പ്രാക്ടീസ് ചെയ്തവർക്ക് എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഇച്ചിരി ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പ്രാണായാമം ചെയ്തപ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് മൂക്കിൽ കൂടെ, ഓക്കെ, നമ്മൾ ഭസ്ത്രിക പഠിച്ചിരുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ ഭ്രാമറി പഠിച്ചിരുന്നു, നമ്മൾ ഉജ്ജയ പ്രാണായാമം പഠിച്ചിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ക്രിയാസിൽ കപാൽഭാതി പ്രാണായാമം പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അനുലോം വിലോം നാഡീശോധൻ പഠിച്ചിരുന്നു അല്ലേ. മാക്സിമം പ്രാണായാമം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിലെല്ലാം നിങ്ങൾക്ക് കാണാം നമ്മൾ മൂക്കിനെ അല്ലെന്നുണ്ടെങ്കിൽ വായനെ ഉപയോഗിച്ചിട്ടാണ് മാക്സിമം നമ്മൾ ഇൻഹെയിൽ.
നമ്മൾ ഇവിടെ ശീതളിയിൽ ഇച്ചിരി ട്വിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശീതളി എന്ന പേരിൽ തന്നെ ഉണ്ട് കൂളിംഗ് എഫക്റ്റ്. ശീതളി എന്ന് പറഞ്ഞാൽ ശീതളത പ്രദാനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രാണായാമം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ശീതളി ചെയ്യുമ്പോൾ നാക്കിനെ ഇങ്ങനെ ചുരുട്ടുക, ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ചുരുട്ടുക, ട്വിസ്റ്റ് ചെയ്തിട്ട് നാക്കിനകത്തൂടെ ശ്വാസം എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കഴിവനുസരിച്ച് പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞ് മൂക്കിലൂടെ നമ്മൾ എക്സേൽ ചെയ്യുന്നത്. അപ്പം ഒരു പ്രാവശ്യം കാണുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. നാക്കിനെ ഇങ്ങനെ ചുരുട്ടുക, എന്നിട്ട് വലിച്ച് ശ്വാസം എടുക്കും. വലിച്ച് ശ്വാസം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ വലിച്ചു ശ്വാസം വയറ് നിറച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നാക്കിനെ അകത്തിടുക. ഇങ്ങനെ ചുണ്ടിനെ അടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കഴിവനുസരിച്ച് പിടിച്ചു വെക്കുക. മൂക്കിൽ നിന്ന് എക്സേൽ ചെയ്യുക. അപ്പൊ കാണുക, ചുണ്ടിനെ അടച്ചു വെച്ചിട്ട് മൂക്കിൽ നിന്ന് എക്സേൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 3 പ്രാവശ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആദ്യം നാക്കിനെ ചുരുട്ടുക, ഇൻഹേൽ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കൂടെ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. 2 തവണ കൂടെ നാക്കിനെ ചുരുട്ടുക, എത്ര നേരം പിടിച്ചു വെക്കോ അത്രയും നേരം പിടിച്ചു വെക്കുക. കുറച്ച് സമയം പിടിച്ചു വെച്ചതിൻ്റെ കാര്യം, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അധികം സമയം അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് 3ാമത്തെ തവണ നമ്മൾ ചെയ്യുകയാണ്. ടങ്ങിനെ ട്വിസ്റ്റ് ചെയ്യുക, ഇതാണ് ശീതളി പ്രാണായാമം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഷീത്കാരി പ്രാണായാമമാണ്. ശീതളിയിൽ നമ്മൾ നാക്കിനെ ഉപയോഗിച്ച് ഇൻഹെയിൽ ചെയ്തെന്നുണ്ടെങ്കിൽ, ഷീത്കാരിയിൽ നമ്മൾ പല്ലിൻ്റെ പുറത്ത് പല്ല് വെച്ചിട്ട് ഇൻഹെയിൽ ചെയ്യുന്നത്, പല്ലിനടിക്കിലൂടെ ഇൻഹെയിൽ ചെയ്യുന്നത്, അതിന് ഷീത്കാരി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. ഒരു പല്ലിന് പുറത്ത് പല്ലിനെ വെക്കുക, ഇങ്ങനെ പല്ല് ഒരേ ലെവലിൽ വെക്കുക. പല്ലിനിടുക്കിലൂടെ ശ്വാസാകത്തെടുക്കുക. പിന്നെ ചുണ്ടിനെ അടയ്ക്കുക, കഴിവനുസരിച്ച് പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടെ പ്രാക്ടീസ് ചെയ്യാൻ. പല്ലിന് പുറത്ത് പല്ല് വെച്ചു, എക്സേൽ ചെയ്യുക മൂക്കിലൂടെ. ഓക്കെ, നമ്മൾ 3 പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പല്ലിന് കഴിവനുസരിച്ച് പിടിച്ചു വെക്കുക. ഓക്കെ, പല്ലിന് പുറത്ത് പല്ല് വെച്ച് അപ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ചും വെക്കാവുന്നതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കണ്ണടച്ചു വെച്ചാൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ആണ്. ബിക്കോസ് പാതി എനർജി കണ്ണിലൂടെ പോകുന്നതാണ്. അപ്പം നമ്മൾ ശീത്കാരി ചെയ്തപ്പോൾ കണ്ണ് തുറന്നാന്ന് വെച്ചത് കാരണം എന്ന് വെച്ചാൽ, ആക്ച്വലി കണ്ണടച്ചാണ് ഇത് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടച്ചു വെച്ചു, കാരണം പാതി എനർജി ഞാൻ പറഞ്ഞതുപോലെ, അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ കണ്ണടച്ചു വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ശീത്കാരി. വീണ്ടും ചെയ്യുകയാണ്. ഇത് എപ്പോഴും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2 കൈയും തിരുവുക, കണ്ണിന് പുറത്ത് വെക്കുക, കവിളിന് പുറത്ത് വെക്കുക, കയ്യിൽ നോക്കിയിട്ട് കണ്ണ് തുറക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വായുസാർ പ്രാണായാമമാണ്. ഓക്കെ, അപ്പം ഈ 3 പ്രാണായാമം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രാണായാമമാണ്. ഓക്കെ, അഗെയിൻ ഇതും സെയിം വേ ഹൈ BP ഉള്ളവർക്ക്, ശീതളിയും
ഷീത്കാരിയും വായുസാറും ഹൈ ബി പി ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെയിറ്റ് ലോസ് ആയാലും വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഓർത്ത് വെക്കേണ്ട കാര്യം, പനിയുള്ളപ്പോൾ ഇത് ചെയ്യാതിരിക്കുക, അസ്തമയുടെ അസുഖമുള്ളവർ ഇത് ചെയ്യാതിരിക്കുക, ലോ ബി പി ഉള്ളവർ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, വായുസാർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നാക്കിലൂടെ ഇൻഹെയിൽ ചെയ്തു, പിന്നെ പല്ലിലൂടെ ഇൻഹെയിൽ ചെയ്തു. ഇനി നമ്മൾ ചുണ്ട് രണ്ടും ഇങ്ങനെ കൂർപ്പിച്ച് ചുണ്ടിനിടുക്കിലൂടെ ശ്വാസാകത്ത് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിടിച്ചു വെക്കുക, പിന്നെ മൂക്കിലൂടെ എക്സെയിൽ ചെയ്യുന്നതാണ്. ഇതിന് വായുസാർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓക്കെ, ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഈ 3 പ്രാണായാമം നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. യൗവനം നിലനിർത്താനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ ദ്രോണമുദ്രയിൽ കൈവച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് ജ്ഞാനമുദ്രയിലും കൈവച്ചിട്ട് ഈ എല്ലാ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ വായുസാറിനെ ജ്ഞാനമുദ്രയിൽ കൈവച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പം കണ്ണ് അടച്ചു വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, കണ്ണു അടച്ചു വെച്ചു. ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞാൽ 3 വിരൽ നേരെയും 2 വിരൽ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം. ഓക്കെ, ഷോൾഡർ സ്ട്രെയിറ്റ്, സ്പൈൻ സ്ട്രെയിറ്റ്. അത് കഴിഞ്ഞിട്ട് ചുണ്ടിനെ കൂർപ്പിച്ച് വെക്കുക. കഴിവനുസരിച്ച് പിടിച്ചു വെക്കുക. മൂക്കിലൂടെ എക്സെയിൽ ചെയ്യാം. വീണ്ടും നമ്മൾ ചെയ്യുന്നതാണ്, ചുണ്ടിലൂടെ ഇൻഹെയിൽ ചെയ്യുന്നതാണ്. ലാസ്റ്റ് ടൈം നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്, ചുണ്ടിലൂടെ ഇൻഹെയിൽ, കഴിയുമ്പോൾ കൈ തിരുമുക, കണ്ണിന് പുറത്ത് വെക്കുക, കവിളിന് പുറത്ത് വെക്കുക, കയ്യിൽ നോക്കിയിട്ട് കണ്ണാണ്. അപ്പോൾ നമ്മൾ 3 പ്രാണായാമം നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. കണ്ണ് അടച്ചു വെക്കുക, ഷോൾഡർ സ്ട്രെയിറ്റ്, സ്പൈൻ സ്ട്രെയിറ്റ്, കൈ ജ്ഞാനമുദ്രയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നടുനിവർത്ത് വെച്ചു, ഷോൾഡർ സ്ട്രെയിറ്റ്, ചിൻ അപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ശീതളിയാണ്. ശീതളി നാക്കിനടിക്കിലൂടെ ശ്വാസം എടുക്കുകയാണ്. ഓരോരോ പ്രാവശ്യം ചെയ്യുന്നതാണ്. കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നാക്കിനെ ചുരുട്ടി ഇൻഹെയിൽ ചെയ്യുക. ഞാൻ അടുത്ത പ്രാണായാമം ചെയ്യാൻ പോവാണ്. പല്ലിന് പുറത്ത് പല്ല് വെച്ചിട്ട് ഷീത്കാരി, ഇൻഹേൽ, ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. കോൺസെൻട്രേഷൻ ഓൺ യുവർ ബ്രെത്ത്. ഇൻഹേൽ, Vayusar, കഴിയുമ്പോൾ 2 കൈയും തിരുമുക, ചൂടാക്കുക, കണ്ണിന് പുറത്ത് വെക്കുക. കണ്ണിനെ അമർത്തരുത് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നത് കൈ കപ്പ് പോലെ ഉണ്ടാക്കി വെക്കുക. കയ്യിൽ നോക്കിയിട്ട് കണ്ണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. മറ്റ് പ്രാണായാമങ്ങളിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുക, ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. എല്ലാ ആഴ്ച 8:30 സമയം ശനിയാഴ്ച മാറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടങ്ങിരിക്കുക. അപ്പോൾ നമുക്ക് കൂടെ യോഗ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം.